എല്ലാവർക്കും പ്രിയ തട്ടിക്കൂട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലേക്ക് കിടക്കാം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ബുഖാരി റൈസ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 കപ്പ് ബസ്മതി അരി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകിയിട്ട് നമുക്കൊരു 10 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കാം. അപ്പോൾ ആ നേരം കൊണ്ട് നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിൽ ഒരു 4 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ആയാലും മതി. ഇനി ഇത് ഒരു ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞതാണ്, പിന്നെ ഒരു 1/4 കപ്പ് ഉണക്കമുന്തിരി. ഇതൊന്ന് ആദ്യം വറുത്തെടുക്കണം. ഇത് വലിയ മസാലകളൊന്നും ഇല്ലാത്തൊരു റൈസാണ്. അപ്പോൾ അധികം മസാലയും ഇതൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് ഉണ്ടാക്കാൻ പറ്റിയ എളുപ്പത്തിലുള്ള ഒരു റൈസാണ്. ഭയങ്കര എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേ നമ്മുടെ ക്യാരറ്റും ഉണക്കമുന്തിരിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അത് കോരി മാറ്റാം. ഇനി ഇതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക അതൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഒരു സവാള നീളത്തിൽ അരിഞ്ഞത് അതിട്ട് കൊടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കാം. അങ്ങനെ വലിയ കനം കുറച്ചിട്ടൊന്നും അരിയണമെന്നൊന്നുമില്ല. ഇത് വെളുത്തുള്ളി ചതച്ചതാണ്. ഇഞ്ചി എടുത്തിട്ടില്ലേ, വെളുത്തുള്ളി മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. എന്നിട്ട് വെളുത്തുള്ളിയുടെ പച്ചമണം മാറണ വരെ അതൊന്ന് വഴറ്റിയെടുക്കാം. ഇത് ചിക്കനാണ്. 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരി 1/2 കിലോ ആണെങ്കിൽ ചിക്കനും 1/2 കിലോ എടുക്കാം. ഇനി നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി ആ ഉള്ളിയുടെ കൂടെ കടന്നിട്ട് നമ്മുടെ ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരണം. ഇനി അതിലേക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പം ഞാനിവിടെ അടപ്പുകൊണ്ട് അടച്ച് വെക്കണില്ല. കുറച്ച് നേരം നമുക്കിത് തുറന്ന് വെച്ചിട്ട് തന്നെ അത് വഴറ്റിയെടുക്കണം. ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വരണം. ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡാണ്. അത് ഇതുപോലെ ആയിട്ട് വരണ വരെ നമ്മളിങ്ങനെ തുറന്ന് വെച്ചിട്ട് തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഞാൻ അതിലേക്ക് പൊടികൾ ചേർക്കുക. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ചെറുജീരകം പൊടിച്ചത്, ഇത് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്. പിന്നെ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് അധികം എരിവും മസാലകളൊന്നും ഇല്ലാത്തതാണ്. എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയിട്ട് വേണമെങ്കിൽ ഇടാം. അപ്പം ഇതിന് എരിവൊന്നും ഇല്ല, കാരണം ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടേക്കുന്നത്. ആകെ ആ കുരുമുളക് പൊടി 1 ടീസ്പൂൺ ഇട്ടതിൻ്റെ എരിവ് മാത്രമേ ഉള്ളൂ. ഇനി നന്നായിട്ട് ആ മസാലയൊക്കെ ഒന്ന് മൂത്ത് വരണ വരെ നമുക്കതൊന്ന് ഇളക്കിയെടുക്കാം. ഇത് 2 തക്കാളി അരച്ചതാണ്. അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആ തക്കാളിയൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ അരി ഇട്ട് കൊടുക്കേണ്ടത്. അരി വെള്ളം കളഞ്ഞിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും ഉണക്കമുന്തിരിയും അതൊന്ന് പകുതി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ആ നേരം കൊണ്ട് ഞാനിവിടെ 4 ഗ്ലാസ് വെള്ളം തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതായത് 4 കപ്പ് വെള്ളം. 2 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളമാണ് തിളപ്പിച്ചത്. നമ്മൾ നന്നായിട്ട് തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ അടച്ചു വെക്കരുത്. തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ പാത്രം അടച്ചു വെക്കരുത്. നമ്മൾ റൈസും പിന്നെ ആ വെള്ളത്തിൻ്റെ ലെവലൊന്ന് കറക്റ്റ് ആവണ വരെ നമ്മൾ പാത്രം അടച്ചു വെക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ നമ്മൾ കുക്ക് ചെയ്തിട്ട് എടുക്കുക. ഇനി ഒരേ ലെവലിൽ വന്ന് കഴിഞ്ഞ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പതുക്കെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ അടപ്പുകൊണ്ട് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നമ്മൾ കുക്ക് ചെയ്യുക. അതേ നമ്മുടെ ബുഖാരി റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടു, നമ്മുടെ റൈസൊക്കെ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. പതുക്കെ ഇളക്കി കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ അരിയൊക്കെ ഉടഞ്ഞു പോവും. ചിക്കനും എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മുടെ അടിപൊളി ബുഖാരി റൈസ് ഇവിടെ റെഡിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. ഇഷ്ടമായവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂട്ടത്തിൽ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേറൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.